ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് പുലർച്ചെ FTFS പടത്തിന് പോവുക. പലേക്കോട്ടെ വാലിബൻ. ഞാൻ മുമ്പും പോയിട്ടുണ്ട് 4 മണി 3 മണി പടത്തിനൊക്കെ. പൂജയ്ക്ക് ഇത് ഫസ്റ്റാണ്. FTFS 6:30 മലേക്കോട്ടെ വാലിബൻ. ഈ സമയത്ത് പോയാലും പെട്ടെന്ന് എത്താൻ പറ്റില്ല പൂജ. ഇതെങ്ങാനും കാലത്താണെങ്കിൽ നമ്മൾ നിറങ്ങിട്ട് കൂട്ടി വന്നത് ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കാണ്. തിയേറ്റർ ഓപ്പോസിറ്റ് ഉണ്ട് സ്ക്വയർ. സ്ക്വയറിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് വാലിബൻ്റെ ആൾക്കാരാണ്. വേഗം ടൈമായി. കിറക്കാം. അങ്ങനെ പൂജ ആദ്യമായിട്ടൊരു ഫാൻ ഷോ കയറാണ്. അങ്ങനെ सारी लैंग्वेजेस बोल लेती है वो. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പടം? അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു. ഇത് എക്സ്പീരിയൻസ് കേട്ടോളൂ. പറയൂ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ഇരിപ്പ് കണ്ണു തുറന്നിരുന്ന പിന്നെ ഇൻട്രോലാവുമ്പോഴും നടക്കലും ഉറക്കം പോലും അതിൻ്റെ ഇടയിൽ കണ്ണു തുറന്നു. ഭയങ്കര പോരായിരുന്നു ഫസ്റ്റ് ഹാഫ്. എന്തോ ഒരു മരിച്ച വീട്ടിൽ പോയ പോലെ ഉണ്ട്. അതിനെ പറഞ്ഞ മരിച്ച വീട്ടിൽ പോയപ്പോണ്ട് ആരും ഇല്ല അതില്. സിനി ബോൾസിലെ പോയത് കാരണമാണ്. സിനി ബോൾസിലൊന്നും ഒരിക്കലും പോകരുത് ഒരു പടം കാണാൻ. എന്താ വിനീതയില് പോയാലും വലിയൊന്നുമില്ല. കവിതയിലൊക്കെ പോകണം. കവിത പത്മ പിന്നെ കുഴപ്പമില്ല. ഈ ആൾക്കാരുടെ കൂടെ നിന്ന് പടം കാണുമ്പോൾ പടം കാണുന്നതിന് ഒരു സുഖം ഉണ്ടാവും. പക്ഷെ ഇതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തുമാതിരി വൃത്തികെട്ടൊരു സിനിമ. ലാലേട്ടൻ ഇൻട്രോയ്ക്ക് ഒരു കൈ കഴിക്കാത്ത ആൾക്കാർ. ഞാൻ മാത്രം വിസിലടിച്ചോളൂ അവിടെ നിന്നിട്ട്. അത് അങ്ങനത്തെ കുറച്ച് അത് ഇൻട്രോ വരുമ്പോ നമുക്കൊരു ഫീല് വരുന്നില്ല. വരില്ല. കൈയടിക്കാൻ തോന്നണ്ടേ. പിന്നെ സെക്കൻഡ് ഹാഫ് മാസ് പറയുന്നിടത്ത് മനുഷ്യൻ ചിരിച്ചിരിച്ചിരിച്ചിട്ട് ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നിയത് മറ്റേ ആ ഫോറിനേഴ്സിന്റെ പടം 10 പൈസക്കുള്ളില്ല. പക്ഷെ അതല്ല, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്ര പിന്നെ ക്ലൈമാക്സ് എത്തിയപ്പോ അവരൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. പാർട്ട് 2. അപ്പോ ബൈ. അപ്പൊ പാർട്ട് 2 വെച്ചിട്ട് അവർക്ക് എങ്ങനെ തോന്നിയത് വെക്കാൻ ചിലപ്പോ തോന്നായിരിക്കും. അപ്പോൾ നാളെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ബൈ.